മേശപ്പുറം നിറച്ച് സാധനങ്ങളെല്ലാം വരി കൂട്ടിയിട്ടേക്കുന്നത് നാളത്തേക്കുണ്ട്. അവിയൽ, തോരൻ, ഈ വക സാധനങ്ങളെല്ലാം അരിഞ്ഞു വയ്ക്കുകയാണ്. എൻ്റെ ഒരു കോലം കണ്ടില്ലേ, ഒടുക്കത്തെ തണുപ്പല്ലേ. ഇപ്പം മഴ കാരണം വെളിയിലൊന്നും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. ഭാഗ്യത്തിന് കറണ്ടുണ്ട്. അതുകൊണ്ട് തന്നെ തണുപ്പായതുകൊണ്ടാണ് ഞാൻ ജാക്കറ്റ് ഇട്ട് നിൽക്കുന്നത്. പക്ഷേ എത്ര മഴയും തണുപ്പായാലും രാത്രി കിടക്കാൻ നേരത്ത് എനിക്ക് ഫാൻ വേണം. എന്നെപ്പോലുള്ള കുറച്ച് പേരെങ്കിലും കാണും. ഇപ്പം പുറത്ത് തൽക്കാലം സന്ധ്യയായപ്പം കാറ്റും മഴയൊന്നുമില്ല. ആകാശം നല്ല നീല കളറിൽ നിൽപ്പുണ്ട്. അപ്പോൾ രാത്രി കഴിക്കാനായിട്ട് കുറച്ച് കപ്പ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മ നല്ല ഉടംകൊല്ലി മുളകും ഉള്ളിയും വെളിച്ചെണ്ണ ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ അവിടെ ഉടച്ചെടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ വെന്ത കപ്പയിലേക്ക് കുറച്ച് കടുക് വറുത്തിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ കടുക് വറുക്കുമ്പോൾ കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടി ഇടണേ ഒരു പൊടിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. അതും നല്ല മുരിഞ്ഞ് കിടക്കുമ്പോൾ നല്ല കരികര കടിക്കാൻ അടിപൊളി ടേസ്റ്റിൽ. അപ്പം ഒരു ചിക്കൻ കറിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടെ പൊളിച്ചനെ. എന്നാലും നമുക്ക് സാരമില്ല. നല്ല തണുപ്പത്ത് നല്ല ചൂടോടെ ആവി പറക്കുന്ന വെന്ത കപ്പയും ആ മുളക് ഉടച്ചതും നല്ല ടേസ്റ്റിൽ. അങ്ങനെ 7:30 ആയപ്പോഴേ എൻ്റെ ഡിന്നർ കഴിഞ്ഞു. പക്ഷേ ഇത് മാത്രമല്ല ഇന്ന് ഡിന്നർ. കപ്പ ഇഷ്ടമല്ലാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അമ്മ ഇവിടെ ഗോതമ്പ് പുട്ട വയ്ക്കുന്നുണ്ട്. എനിക്ക് പിന്നെ പുട്ട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ആ മേഖലയിലേക്ക് പോയില്ല. നേരത്തെ തന്നെ എൻ്റെ ഡിന്നർ അവസാനിപ്പിച്ചു. അത് പുട്ടിൻ്റെ കൂടെ ഇന്ന് പഴമാണ്. എൻ്റെ പിറകെ നേരത്തെ ഒരു പഴക്കുറ കിടക്കുന്നത് നിങ്ങൾ കണ്ടിരുന്നില്ലേ. അപ്പോൾ അതിൽ നിന്ന് 2 പഴം കൂടെ തിന്ന് ഞാൻ എൻ്റെ ഇന്നത്തെ തീറ്റ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.